ചുവടുലയണു ചാറ്റൽ മഴ പൊള്ളണു നോക്കിൽ ഇരുറയണു പെണ്ണേ നീറും മനമിടറണു നോവിൻ വഴിപടരണു കാലം കനലെറിയണു കണ്ണേ ഇനി നമ്മൾ ചെയ്യേണ്ടത് അക്യൂറത്തിൽ ഈ കല്ലും സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റണം. നമ്മുടെ വെള്ളം കേടായിട്ടാണുള്ളത്, ഫുള്ള് വൃത്തികേടായിട്ടാണ്. 1 മാസത്തോളമായി വൈകിട്ട് അങ്ങനെ എടുത്ത് വെള്ളം പോക്കണം. അതിനടുത്ത് അതിൻ്റെ ചണ്ടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ അപ്പുറം ഒഴിച്ചു പോകും. കുറച്ച് വെള്ളം ബാക്കി വെക്കുക, കാരണം അത് ഫുള്ള് പോക്കുമ്പം ചിലപ്പോൾ അതിൻ്റെ മണലും അതിൻ്റെ കൂടെ ഒഴിച്ച് പോകും. നമ്മളതിലത്തെ ഓരോരോ കല്ലുകളെടുത്ത് മാറ്റാം. നമ്മളതിൽ ഡെക്കറേഷൻ വേണ്ടിയിട്ട് കുറച്ച് അതിലൊക്കെ നമ്മൾ ഗോട്ടികളൊക്കെ ഇട്ടീന് 4-5 എണ്ണം. പിന്നെ നമ്മൾ കടലിൽ പോയ ടൈമിൽ കിട്ടിയ ചെറിയ ചെറിയ ശംഖുകളും അങ്ങനത്തതൊക്കെ ഉണ്ട്. കുറേ പഴക്കം കൂടിയ ടൈപ്പിലാണ് നമ്മളെടുത്ത്. പിന്നെ ഒരു ചെറിയ എരുന്തിൻ്റെ തോട് മരത്തും തോന്നുന്നുണ്ടായിരുന്നു, അത് നമ്മളെടുത്ത്. പിന്നെ നമ്മളെ കയ്യിലുണ്ടതിന് കളർ കല്ലുകളതിന് ഇത് മീനിനൊക്കെ നല്ലതാണെന്നാണ് കേട്ടത്. നമ്മൾ അതിൽ ബാക്കിയുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ മണലും കാര്യങ്ങളൊക്കെ, മണൽ പോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബാക്കിയുള്ള വെള്ളം മെല്ലെ പോക്കണം, കുറച്ചായിട്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് പിന്നെ അതിലേക്ക് അത് വെള്ളം മാറ്റുകയാണ് ചണ്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ആ ചണ്ടകളൊക്കെ തട്ടി കളയാം. നമ്മൾ മാറ്റി വെച്ച മണൽ അതിലേക്ക് എടുത്തിട്ട്, കാരണം മണം നല്ലോണം കഴുകണം, എന്നാലും അതിലത്തെ ഈ ചളികളൊക്കെ പോകും. ഫുള്ള് നമ്മൾ അതിലത്തെ മാറ്റിയെടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രം ബാക്കിയുള്ളൂ. ഏകദേശം ഫുള്ള് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മളിത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മണൽ ആ ഗ്ലാസ്സിൽ വരുത്തരുത്, അതിന്മേൽ സ്ക്രാച്ച് ഉണ്ടാവും. പിന്നെ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നെക്കി കൊടുത്താൽ അതിലത്തെ ചളിയൊക്കെ അങ്ങനെ പോകും. വെള്ളത്തിന് കളറ് മാറണമെങ്കിൽ കാണാൻ കഴിയും.